സോറി. ഐ ആം വെരി സോറി മിസ്റ്റർ മേനോൻ. നിങ്ങൾ വൈജയന്തിയുടെ ഹസ്ബൻഡാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏയ്, അതിന് താങ്കൾ സോറി പറയുന്നത് എന്തിനാ? ഞാൻ വൈജയന്തിയുടെ ഭർത്താവായത് താങ്കളുടെ തെറ്റാണോ? അല്ല, എന്റെ തെറ്റാ. അതിന് നിങ്ങൾ എന്തിനാ സോറി പറയുന്നത്? അതല്ല എന്റെ പ്രശ്നം. വാർ ഫ്രണ്ടിൽ ശത്രുക്കളോട് നേർക്കുനേർ യുദ്ധം ചെയ്തിട്ടുള്ളവനാ ഞാൻ. അവരെ നേരിടാൻ വലിയ പ്രയാസം തോന്നിയിട്ടില്ല. ശത്രുനിര കണ്ട് പതറിയിട്ടുമില്ല. പക്ഷേ ഇത് കുറച്ച് കടുപ്പമാണ്. എനിക്കിത് ഡൈജസ്റ്റ് ആവുന്നില്ല. എനിക്കിതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നറിയില്ല. ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? ഐ ഫീൽ സോ എംബാരസ്ഡ്. ഏയ്, നോ നോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്നെ സഹതാപത്തോടെ നോക്കരുത്. അതെന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തും. നമ്മൾ തമ്മിൽ മത്സരമൊന്നും നടന്നിട്ടില്ലല്ലോ. നിങ്ങൾ ജയിച്ചയാളോ ഞാൻ തോറ്റുപോയവനോ അല്ല. നമുക്കിത് നീട്ടിക്കൊണ്ട് പോകണ്ട. ഇവിടെ വെച്ച് നിർത്തുന്നതാണ് ഉചിതം. പരസ്പരം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക്. ഒന്നുകിൽ നിങ്ങളിവിടെ വരരുതായിരുന്നു, അല്ലെങ്കിൽ എന്നോട് ഇതൊന്നും വെളിപ്പെടുത്താൻ പാടില്ലായിരുന്നു. ഇനി എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്കും കൂടുതൽ സംസാരിക്കണമെന്നൊന്നുമില്ല. വൈജയന്തിയും താങ്കളും തമ്മിൽ 23 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. നിങ്ങളെ തേടി പിടിച്ച അക്കാര്യം ഇവിടെ ഒന്ന് പറയേണ്ട കടമയോ കടപ്പാടോ എനിക്കില്ലാന്ന് നിങ്ങൾക്കറിയാലോ. ഭാര്യയുടെ മുൻകാമുകന്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവും ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തിനാണ് മിസ്റ്റർ മേനോ ഇങ്ങോട്ട് വന്നത്? എന്തുകൊണ്ടാണ് എന്നോട് ഇതെല്ലാം തുറന്നു പറഞ്ഞത്? പറയാം. 23 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വൈജയന്തിയിൽ കുഞ്ഞിനെ ജനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. അതിൽ നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞ് വളർന്ന് വലുതായി ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. തുറച്ചു നോക്കണ്ട, അത്ഭുതം ഒന്നും സംഭവിച്ചിട്ടില്ല. വൈജയന്തി പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്താണ് കൊല്ലപ്പള്ളിക്കാരെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അവൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാതെ നിവർത്തിയില്ലെന്നും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.